നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ എമ്പുരാന്റെ ഒരു ഒഫീഷ്യൽ കണക്ക് പുറത്തുവിട്ടിരിക്കുകയാണ്. മോഹൻലാൽ 58 കോടി രൂപ പ്രീ സെയിൽസിലൂടെ അഡ്വാൻസ് ടിക്കറ്റിലൂടെ മാത്രം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ആ വാർത്ത. 58 കോടി രൂപ ഒന്ന് ആലോചിച്ച്, അത്രയും തുകയാണ് അഡ്വാൻസ് ടിക്കറ്റിൽ മാത്രം നേടിയത് എന്നുള്ളതാണ് മോഹൻലാൽ തന്റെ പോസ്റ്ററിലൂടെ പുറത്തുവിടുന്നത്. ഇനി 2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ സിനിമ റിലീസിനായി. അതിനിടയിൽ ഒരു ക്യാരക്ടർ പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ്. അത് വില്ലൻ്റെതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കൊരു ഡ്രാഗൺ ഷർട്ട് ഇട്ടിരിക്കുന്ന ആ വ്യക്തി ആരാണ് എന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ നേരത്തെ തൊട്ടേ ഇങ്ങനെ ഡീകോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം അത് ഫഹദ് ഫാസിലാണെന്ന് മനസ്സിലാക്കുന്നു. പിന്നാലെ അഭിമുഖങ്ങളിൽ വന്ന് പൃഥ്വിരാജ് പറയുന്നത് അത് ഫഹദ് ഫാസിലല്ല, അത് ഫഹദായിരുന്നെങ്കിൽ ഞാനത് തിരിച്ചു നിർത്തേണ്ട കാര്യമില്ല, ഞാൻ റിവീൽ ചെയ്തേനെ എന്ന് പൃഥ്വിരാജ് പറയുന്നു. അപ്പോൾ അത് ഫഹദ് അല്ല എന്ന് മനസ്സിലാക്കുന്നു. പിന്നാലെ വരുന്നത് അമീർ ഖാൻ ആണോ എന്നുള്ളതാണ് ചോദ്യം. അമീർ ഖാൻ മലയാള സിനിമയിലേക്ക് വരുന്നുണ്ടോ, എമ്പുരാനിൽ അഭിനയിക്കുന്നുണ്ടോ, ഈ ചോദ്യം നിൽക്കുന്നു. അതോടൊപ്പം തന്നെ റിക്യൂനെ ആണോ അത് എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ഏതായാലും കൂടുതൽ സംശയങ്ങൾ നിൽക്കുന്ന അമീർ ഖാനിലേക്ക് തന്നെയാണ്. റിക്യൂനെ ആവാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയുന്നത് ഇത്രയും വലിയ ഹൈപ്പിൽ ഒരു സസ്പെൻസ് ആയിട്ടൊരു ക്യാരക്ടർ വെക്കുമ്പോഴേക്കും അത് കൂടുതൽ ഫാമിലി ഓഡിയൻസിന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കണം എന്ന ചിന്തയാണ്. റിക്യൂനെ അങ്ങനെ സാധാരണപ്പെട്ട ഒരു പാവപ്പെട്ട അല്ലെങ്കിൽ ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിൽക്കുന്ന ഒരു കുടുംബ പ്രേക്ഷകർക്ക്, പ്രത്യേകിച്ച് അങ്ങനെ ഹോളിവുഡ് സിനിമകളൊന്നും കണ്ട് പരിചയമൊന്നുമില്ലാത്ത, അങ്ങനത്തെ ഒരു ഔട്ട്സൈഡ് ഇന്ത്യൻ സിനിമകൾ കാണാത്ത ആളുകൾക്കൊക്കെ ഒരു സുപരിചിതനല്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയെ ഇവിടെ ഒരു സസ്പെൻസ് ക്യാരക്ടറായിട്ട് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ഒരു ലോജിക്കൽ ക്വസ്റ്റ്യനിൽ നിൽക്കുന്നത് കൊണ്ടാണ് ആമിർ ഖാൻ ആണോ എന്നുള്ള ചോദ്യങ്ങൾ നിൽക്കുന്നത്. അമീർ ഖാൻ എന്തായാലും അറിയാത്ത ആളുകളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ആമിർ ഖാൻ ആണോ എന്നുള്ളൊരു ചോദ്യം കൂടി നിൽക്കുന്നത്. മാത്രമല്ല ആമിർ ഖാൻ്റെ സഹോദരി എമ്പുരാൻ സിനിമയിലുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അങ്ങനെ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ പൃഥ്വിരാജ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. തൻ്റെ സഹോദരി എങ്ങനെയുണ്ട്, അഭിനയിക്കുന്നുണ്ടോ, നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടോ എന്നുള്ളത് ചോദിച്ചപ്പോഴാണ് ഇത് അമീർ ഖാൻ്റെ സഹോദരിയാണ് താൻ പോലും പറഞ്ഞതെന്നാണ് പൃഥ്വിരാജ് പറയുന്നത്. അപ്പോൾ അമീർ ഖാൻ ഇസ് കണക്റ്റഡ് സംവെയർ ഓർ ദി അതർ. ഈ എമ്പുരാനുമായിട്ട് എങ്ങനെയോ രീതിയിൽ ഇതുവരെ അമീർ ഖാൻ കണക്റ്റഡ് ആയിട്ടുണ്ട്. പക്ഷേ അതൊരു കഥാപാത്രമായിട്ട് ഈ സിനിമയിൽ ഒരു ക്യാരക്ടറായിട്ട് വരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളേവരും ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു ചർച്ചകളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു വശത്ത് നടക്കുന്നുമുണ്ട്. പക്ഷേ നമ്മൾ ടിക്കറ്റ് സെയിൽസിലേക്ക് വരികയാണെങ്കിൽ 58 കോടി രൂപയാണ് പ്രീ സെയിൽസ് ആയിട്ട് അഡ്വാൻസ് ബുക്കിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് എന്നുള്ളത് ഒരു മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് നമ്മൾ പറഞ്ഞേ മതിയാവുകയുള്ളൂ. അതാണ് അതിൻ്റെ വാസ്തവം എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയേണ്ടത്. മാത്രമല്ല ഒരു ഘട്ടത്തിൽ ഒരു കാര്യം ആലോചിച്ച് ബുക്ക് മൈ ഷോയിൽ ആദ്യത്തെ മണിക്കൂർ ആരംഭിക്കുമ്പോൾ തന്നെ സർവകാല കളക്ഷനും ഭേദിച്ചുകൊണ്ട് ആദ്യത്തെ ഒരു ദിവസത്തിൽ തുടങ്ങുന്നതിന് മുമ്പ്, അതായത് ആദ്യത്തെ ഒരു മണിക്കൂറിൽ തന്നെ ഒരു 90 ടിക്കറ്റുകളോളം വിൽക്കുന്നു. പിന്നാലെ 24 മണിക്കൂർ കഴിയുമ്പോൾ 6,47,454 എന്ന ടിക്കറ്റ് എത്തുകയാണ്. അപ്പോൾ ഈ 6,47,454 എന്നുള്ളതാണ് ബുക്ക് മൈ ഷോയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിറ്റ ടിക്കറ്റുകൾ 24 മണിക്കൂറിൽ. പിന്നാലെ വരുന്നത് കൽക്കിയാണ്, 3,30,000 ടിക്കറ്റ്. അതിൽ തന്നെ ഏകദേശം ഇരട്ടി മാർജിനാണ് എമ്പുരാൻ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് എത്രമാത്രമാണ് ആളുകൾ ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. ഇനി വെറും 2 ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് ഈ സിനിമ റിലീസ് ചെയ്യാൻ. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ 2 ചോദ്യങ്ങളാണ് പ്രസക്തമായിട്ടുമുള്ളത്. ഒന്ന്, ആ കഥാപാത്രം ചെയ്യുന്നത് റിക്യൂനെയാണോ ആമിർ ഖാനാണോ, അത് ഇത് രണ്ടുമല്ലാതെ മറ്റാരെങ്കിലും ആണോ എന്നുള്ളൊരു പ്രസക്തമായ ചോദ്യം. 2, എത്രയായിരിക്കാം എമ്പുരാൻ ഉയർത്തുന്ന ഫസ്റ്റ് ഡേ കളക്ഷൻ എന്നുള്ളതാണ് ചോദ്യം. കേരളത്തിൽ ലിയോയുടെ റെക്കോർഡ് തകർക്കുമോ, ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരു പുതിയ ലാൻഡ്മാർക്ക് മലയാള സിനിമയ്ക്ക് നേടാൻ സാധിക്കുമോ എന്നുള്ള നിരവധി ചോദ്യങ്ങൾ, സംശയങ്ങളൊക്കെ നിൽക്കുകയാണ്. അതൊക്കെ മാർച്ച് 27-ന് എമ്പുരാൻ വേണ്ടി രാവിലെ 6 മണി വരെ കാത്തിരിക്കാം.